ലഹരി ഉപയോഗം തടഞ്ഞതിന് അമ്മയെയും ഭാര്യയെയും നിഷ്ഠൂരമായി അടിച്ചുകൊന്നു. ചിതറിത്തെറിച്ച മാംസകഷ്ണങ്ങൾ അത് ഭക്ഷിച്ചും നാട്ടുകാർക്ക് നേരെ എറിഞ്ഞും കൊടും ഭീകരത. ഉത്തർപ്രദേശ് ഗോരഖ്പൂർ ജില്ലയിലെ ഖുഷി നഗറിൽ അവിടെ അഹിറോലി എന്നൊരു ഗ്രാമം, അവിടെയാണ് സംഭവം. സിക്കന്ദർ ഗുപ്ത എന്ന 30-കാരനാണ് ആ കൊടും ക്രൂരത ചെയ്തത്. മരിച്ചവർ അമ്മ റൂണാദേവി, ഒപ്പം ഭാര്യ പ്രിയങ്ക. മദ്യവും കഞ്ചാവും സ്ഥിരം ഉപയോഗിക്കും ഇയാൾ. അന്ന് ലഹരി ഉപയോഗിക്കുന്നത് എതിർത്തു ഭാര്യ. ആ ഭാര്യയെ തന്നെ ആദ്യം ആക്രമിച്ചു. വടികൊണ്ടടിച്ച് ആ 28-കാരിയെ വീഴ്ത്തി. ഈ കാണുന്നതാണ് ഭാര്യ, ഇതമ്മയും. ഇഷ്ടിക കൊണ്ട് ആദ്യം ഭാര്യയുടെ തല തല്ലിപ്പൊളിച്ചു. ശബ്ദം കേട്ട് ഓടിയെത്തിയതാണ് തടഞ്ഞു നിർത്താനായി അമ്മ റൂണാദേവി. അവരെയും വടികൊണ്ടടിച്ചു. ഭാര്യയെ കൊന്ന അതേ ഇഷ്ടിക കൊണ്ട് അമ്മയുടെ തലയിലും ക്രൂരമായി മർദ്ദിച്ചു. അരിശം തീരാതെ എന്ന പോലെ അയാൾ ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. അവിടെ ചിതറിത്തെറിച്ചിരുന്നോടെ മാംസങ്ങൾ. ആ മാംസകഷ്ണങ്ങൾ അയാൾ വായിലിട്ടുവെന്നും തങ്ങൾക്ക് നേരെ എറിഞ്ഞുവെന്നും അവിടെ തടിച്ചുകൂടിയ പ്രദേശവാസികൾ പോലീസിനോട് പറഞ്ഞു. പോലീസിനെ വിളിച്ച് അവർ ഭയചകിതരായിട്ടാണ് ഓടിയെത്താൻ അപേക്ഷിക്കുന്നത് അന്നാട്ടുകാർ. പോലീസ് സ്ഥലത്തെത്തി ഏറെ പണിപ്പെട്ടാണ് സിക്കന്ദറിനെ പിടികൂടുന്നത്. വീടിന് മുകളിൽ കയറിയിരുന്ന ഇയാൾ ആദ്യമൊന്നും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അതിസാഹസികമായി പോലീസ് അയാളെ കെട്ടിടത്തിന് മുകളിൽ കയറി കീഴ്പ്പെടുത്തി. അയലത്തെ വീടിന്റെ ടെറസ് വഴി മറ്റൊരു പോലീസുകാരൻ കയറി വന്നാണ് പിന്നിൽ നിന്ന് ഇയാളെ പിടികൂടി കീഴ്പ്പെടുത്തി ഒടുവിൽ അറസ്റ്റ് ചെയ്യുന്നത്. इसके द्वारा अपनी ही पत्नी जिनका नाम प्रियंका है और अपनी मां जिनका नाम रूना देवी, इन दोनों की पत्थर और ईंट से कुचल करके हत्या कर दी गई है। इस संबंध में आज प्रातः 10:18 पर एक पड़ोसी द्वारा यूपी 112 पर जानकारी दी गई। पुलिस तत्काल मौके पर पहुंची। आरोपी सिकंदर गुप्ता को पुलिस ने हिरासत में ले लिया है। प्रथम दृष्टया ये मामला पारिवारिक विवाद का लग रहा है। इस संबंध में और गहराई से छानबीन की जा रही है और दोनों शवों को पोस्टमार्टम के लिए भिजवा दिया गया है। अग्रिम विधिक कार्रवाई की जा रही है. ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നു ആ രണ്ടുപേരുടെയും തലയുടെ ഭാഗം. രണ്ടു മൃതദേഹങ്ങളുടെയും തലഭാഗം ആകെ ഇല്ലാതായിരുന്നു. മുംബൈയിൽ ഷട്ടർ നിർമ്മാണ രംഗത്ത് ജോലി ചെയ്തിരുന്ന ആളാണ് ഈ സിക്കന്ദർ. 1 മാസം മുമ്പാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ജോലി ചെയ്തിരുന്നപ്പോൾ വീട്ടിലേക്ക് ഒരിക്കൽ പോലും പണം നൽകി സഹായിക്കുകയോ അല്ലെങ്കിൽ അത്തരം ആലോചനയൊന്നും ഇല്ലാത്തയാളാണ്. ഏതാണ്ട് 4 വർഷമായി വിവാഹിതനായിട്ട്. വിവാഹത്തിന് മുമ്പ് സൗദി അറേബ്യയിലും ഇയാൾ ജോലി ചെയ്തിരുന്നു. മദ്യപിക്കുക മാത്രമല്ല അയാളുടെ പ്രശ്നം. അയാൾ മദ്യപിക്കുന്നതിനൊപ്പം തന്നെ കഞ്ചാവും സ്ഥിരമായി ഉപയോഗിക്കും. അങ്ങനെ 2 ലഹരിയും കൂടിയാവുമ്പോൾ ഏറെക്കുറെ രാക്ഷസനെ പോലെയായിരിക്കും പെരുമാറ്റം. അതുതന്നെയാണ് കൊലപാതകത്തിലും പ്രതിഫലിച്ചത്. പലവട്ടം അമ്മയെയും ഭാര്യയെയും ഇയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ട് മുൻപിലത്തെ ദിവസം ഇയാളുടെ ഭാര്യ അവരുടെ വീട്ടിൽ പോയി മടങ്ങിയെത്തിയതാണ്. വരുന്ന വഴിയിൽ നീളം മർദ്ദിച്ചു. വീട്ടിലെത്തിയപ്പോഴും മർദ്ദനം. ഈ മർദ്ദനത്തിനിടയിൽ ഒടുവിൽ സഹോദരി ഭർത്താവെത്തി. അയാളാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. മാനസിക അസ്വാസ്ഥ്യമുള്ള ആളല്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ ഉറപ്പിച്ച് പറയുന്നത്. घटना सुबह 9:30 बजे की घटना है और उसकी मम्मी थी और बीवी थी। घटना लगभग 9:30 बजे का मार दिया है। मानसिक स्थिति केस बहुत कोई खराब नहीं था, हालांकि परिवारी मामला था, थोड़ा बहुत होता ही रहता है। लेकिन इतनी बड़ी घटना हो जाएगी इसकी जानकारी किसी को नहीं थी. വല്ലാത്തൊരു ഭീകരാന്തരീക്ഷമാണ് അയാൾ ആ ഖുഷി നഗർ എന്ന സ്ഥലത്ത് സൃഷ്ടിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.